തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരവേദിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മീരയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. മീര, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് നേതാക്കൾ ഇതിനോടകം മുന്നോട്ടെത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല എപ്പോഴാണ് സമരപ്പന്തലിലെത്തിയത്? എന്താണ് വിശദാംശങ്ങൾ? ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അടക്കം നിരവധിയായ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ സമരപ്പന്തലിൽ ഈ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അല്പസമയം മുന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ സമരപ്പന്തലിൽ എത്തിയത്. ഈ ആശാ വർക്കർമാരുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങളുടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം അവർ സംഘടിപ്പിക്കുന്നത്. തുടക്കത്തിൽ സർക്കാർ മുഖം തിരിച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും പിന്നീട് അതിലൊരു മാറ്റം വരികയായിരുന്നു. എന്നാലും നിലവിലിപ്പോൾ കോൺഗ്രസ് ഒന്നടങ്കം ഈ ഒരു സമരത്തെ ഏറ്റെടുത്ത സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം സമരത്തിൽ പങ്കുചേരുന്നത്. ഈ പൂർണ്ണമായും ഈ ആവശ്യമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൂർണ്ണമായുള്ള ഒരു പിന്തുണയാണ് ഇപ്പോൾ നൽകുന്നത് രമേശ് ചെന്നിത്തല നൽകുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല ഈ സമരത്തിന് പൂർണ്ണമായ ഒരു പിന്തുണയാണ് നൽകുന്നത്. നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് സമരപ്പന്തലിൽ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതാണ്. ഏതായാലും അത് കഴിഞ്ഞാൽ ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. കാരണം ഇത് ധനകാര്യ വകുപ്പാണ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത്. ഇവിടെ PSC മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ മുൻകാല പ്രാബല്യത്തോടെ കൊടുത്ത ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് ആശാ വർക്കർമാർക്ക് അല്പം കൂടി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തത്? എന്നിട്ട് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് ഇവിടെയാണ്. കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല റിട്ടയർ ചെയ്ത് പോകുന്നവർ കൈയും വീശി പോകണം, ഒരു ആനുകൂല്യവും ഇല്ല. ഇതൊക്കെ സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ? ഗവൺമെന്റ് CPM-ന്റെയും ഇടതു മുന്നണിയുടെയും സർക്കാർ വക്കീലന്മാർക്ക് വാരിക്കോരി കൊടുത്തു. ഇപ്പോൾ വീണ്ടും എല്ലാവരുടെയും ആനുകൂല്യം വർദ്ധിപ്പിക്കുകയാണ്. പക്ഷേ ആശാ വർക്കർമാർക്ക് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? കോവിഡ് കാലത്ത് നമ്മളെ സംരക്ഷിക്കാൻ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ നടത്തിയ പ്രവർത്തനം നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? നമുക്ക് മറക്കാൻ കഴിയുമോ? നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് ഈ പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? മനസ്സാക്ഷിയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന 3 ആവശ്യങ്ങളാണ്. ഒന്ന്, ഓണറേറിയം 10,000 രൂപയാക്കുക. 2, 21,000 രൂപ ഓണററി 21,000 ആശാവർക്കർമാരുടെ സമരം ഇന്നേക്ക് 13ാം ദിവസത്തിലാണ്. തിരുവനന്തപുരത്തുള്ള ഈ സമരവേദിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തി. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അവിടെ മീരയാണ് വിവരങ്ങൾ നൽകിയത് അവിടെ നിന്ന്.